അതെ, നമുക്കൊരു യാത്ര പോകാം. അങ്ങനെ വലിയ യാത്രയൊന്നും അല്ലെന്നേ. നമ്മൾ മൺട്രോത്തുരുത്ത് പോകാൻ പ്ലാനിട്ട് രാവിലെ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് അത് ക്യാൻസലാക്കി നേരെ റോസ്മല വെച്ച് പിടിച്ചു. റോസ്മലയിൽ കാണാൻ ആകെ ഒരു വ്യൂ പോയിൻ്റേ ഉള്ളെങ്കിലും അങ്ങോട്ടുള്ള യാത്ര അടിപൊളിയായിരുന്നു. ആര്യങ്കാവിന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ കൊടുങ്കാട്ടിലൂടെയുള്ള യാത്ര. ഇടുങ്ങിയ റോഡിൻ്റെ ഇരുവശവും കാട്. കാട്ടിലെ മരങ്ങൾക്കോ എമ്മാതിരി ഹൈറ്റാണെന്നറിയോ. അങ്ങനെ നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. റോഡൊക്കെ വളരെ മോശമാണ് കേട്ടോ. ചിലത് കോൺക്രീറ്റ് ഇട്ട സ്ഥലം, കുറച്ച് ഗ്രാവലിട്ട റോഡ്, കുറച്ച് ടാറിട്ട റോഡ്, കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ റോഡ്. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു. സ്വന്തമായിട്ട് വണ്ടിയുള്ളവർക്ക് പോകാം, അല്ലെങ്കിൽ ആര്യങ്കാവിൽ നിന്ന് ജീപ്പിൻ്റെ സർവീസുണ്ട്, പിന്നെ KSRTC സർവീസ് ഉണ്ടെന്ന് കേട്ടു. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് കണ്ടില്ല. പിന്നെ മഴക്കാലത്ത് പോയാൽ കാണാൻ പറ്റുന്ന അടിപൊളി കാഴ്ചയാണ് ഈ അരുവികൾ. അങ്ങനെ കിട്ടിയൊരു സ്പോട്ടിൽ ഞങ്ങൾ ഇറങ്ങി. റോഡ് മുറിച്ച് കടന്നൊഴുകുന്ന നല്ല തെളിഞ്ഞ തണുത്ത വെള്ളമുള്ള അരുവികൾ, ഇഷ്ടംപോലെ മീനുകളും. നമ്മളവിടെ ഇറങ്ങിയാൽ ആ മീനുകൾ നമ്മുടെ കാലിലൊക്കെ കൊത്തും. അങ്ങനെ കുറേ അധികം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ വീണ്ടും യാത്ര തിരിച്ചു. പിന്നെ ഇടയ്ക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഏലത്തോട്ടങ്ങൾ കാണാം. പിന്നെ വീടുകളും ഉണ്ട് അവിടെ കേട്ടോ. മൃഗങ്ങളെ കാണാൻ പോയിട്ട് ഒരു മാനിനെ പോലും കണ്ടില്ല. പക്ഷെ നമ്മളൊരു മയിലിനെ കണ്ടു. മയിലുകളുടെ കരച്ചിൽ ദൂരേന്ന് കേൾക്കാമെങ്കിലും കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെ പോയ ഞങ്ങൾക്ക് ആകെ ഒരു പെൺമയിലിനെ കാണാൻ പറ്റി. അതോ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് അതിൻ്റെ പാട്ടിന് പോവുകയും ചെയ്തു. അങ്ങനെ നമ്മൾ റോസ്മല എത്തി, ടിക്കറ്റ് എടുത്തു. പിന്നെ അവിടെ നിന്ന് നടന്ന് വേണം പോകാൻ. കയറ്റം കയറി വേണം പോകാൻ. നിറയെ പാറകൾ. ഈ പാറകളിൽ കൂടെ സൂക്ഷിച്ച് വീഴാതെ നമ്മൾ അവസാനം വ്യൂ പോയിൻറ്റിലെത്തും. അവിടെ നിന്നുള്ള കാഴ്ച എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. അവിടെയാണ് ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ദ്വീപൊക്കെ ഉള്ളത്. അങ്ങനെ കുറേ നേരം നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് അവസാനം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. തിരിച്ചു വരുന്ന വഴി നമ്മൾ പാലരയിൽ ഇറങ്ങാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അവിടെ ചെന്നു. ആ ആൾക്കൂട്ടം കണ്ടപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് പോലും ഇറങ്ങിയില്ല, നേരെ വണ്ടി തിരിച്ചു. പിന്നെ നമുക്ക് മൺട്രോത്തുരുത്ത് പോയാലൊന്നൊരു ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ 6 മണിക്ക് മുമ്പ് നമ്മൾ അവിടെ എത്തിച്ചേരില്ല എന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ട് നമ്മൾ ആ റിസ്ക്കും എടുക്കാതെ നേരെ ഒരു മന്തി സ്പോട്ടിലോട്ട് വിട്ടു. അടിപൊളി മന്തിയും കഴിച്ച് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ യാത്രയുടെ വിശേഷം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ടാറ്റ, ബൈ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.